Hi everyone, this is Shweta. My name is Inder and welcome to our Channel. It's time for next scene from movie Drishyam 3. Let's watch it. Let's watch it. എനിക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാമോ സാർ? ഇതാരാ നോക്കി? ഇതൊക്കെ മനസ്സിലായില്ലേ? ഇവരുടെ ഫ്രണ്ടാ IG തോമസ് ബാസ്റ്റിൻ. How are you doing, Geeta? Oh, she is in depression mode. ഇവരെ ഭക്ഷണം വല്ലതും കഴിച്ചോ? നിർബന്ധിച്ചപ്പോ കുറച്ച് കഴിച്ചു സർ. ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ എത്ര പെട്ടെന്ന് മനസ്സിലായത്. അന്ന് ഓന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോ ഇനി US ചെന്ന് പുതിയൊരു തുടക്കം, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഞാൻ അവളുടെ കൂടെ നിന്നില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നെ എന്നോടുള്ള സംസാരം കുറഞ്ഞു വന്നു. പുറത്തിറങ്ങാതെയായി, വീട്ടിൽ വരുന്നവരോട് പോലും സംസാരിക്കാതെയായി. ഞാൻ പല സൈക്കാട്രിസ്റ്റിനെയും കാണിച്ചു. മെഡിക്കേഷൻ ഒന്നും അവള് തയ്യാറല്ലായിരുന്നു. സ്വന്തം മകന് നീതി വാങ്ങിക്കൊടുക്കാൻ കഴിയാത്തതിലുള്ള കുറ്റബോധവും, അവന്റെ കാര്യത്തിൽ സ്വന്തം അച്ഛനായി ഞാൻ പോലും കൂടെ നിന്നില്ല എന്ന ചിന്തയുമാണ് ഗീത ഈ അവസ്ഥയിലാക്കിയതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. എനിക്കിനി ആരുമില്ല ബാസിൽ, അവളോട് കൈവിട്ടു പോയാൽ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് കിട്ടിയതെന്താ? അപ്പൊ അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ സംസ്ഥാനത്ത് പോലീസ് ഫോഴ്സിന് പറ്റാത്ത കാര്യമാണോ പോലീസിന് ഡിസിപ്ലിനറി ആക്ഷൻ പുറത്തുപോയ ഒരു പോലീസുകാരനെ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്നു? അതാണ് സാർ അയാളുടെ ക്വാളിഫിക്കേഷൻ. Yeah. ഈ സംസ്ഥാനത്ത് പോലീസിന്റെ കഴിവിനെ ഞാൻ ഒരിക്കലും കുറച്ച് കാണില്ല. എന്റെ ഭാര്യയും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നില്ലേ? ഈ സഹദേവന് ആ ഫാമിലിയോട് തീർത്താൽ തീരാത്ത പകയുണ്ട്. ആ 2 കുട്ടികളുടെ മൊഴിയാണ് അയാളുടെ ജോലി പോകാനുള്ള പ്രധാന കാരണം തന്നെ. പിന്നെ ഓഫ് കോഴ്സ് ഹിസ് വയലന്റ് നേച്ചർ. He is not the kind of person you can trust, Mr. Prabhakar. He is a loose character, he is a loose cannon, he is a rogue. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ തെരഞ്ഞെടുത്തത്. നിയമത്തിനും നിയമപാലകർക്കും പരിമിതികളുണ്ട്. ആ പരിമിതി സഹദേവനില്ല. I lost my son. I am losing my wife. But your son was wrong. But उनको नहीं पता ना, उन्होंने उसको बोला ही नहीं. ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിക്കുമ്പോൾ അതിലെല്ലാം കാരണക്കാരായവർ ഒന്നും സംഭവിക്കാത്ത പോലെ ഇങ്ങനെ നടക്കുന്നത് ഉൾക്കൊള്ളാനാവുന്നില്ല. ഞങ്ങളുടെ വേദന അവരറിയണം, അത് ഞാൻ അറിയിക്കും. അവര് ശിക്ഷിക്കപ്പെടണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. താങ്കൾക്ക് എന്റെ കൂടെ നിന്നൂടെ? ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും ഗീതയുടെ അടുത്ത സുഹൃത്ത് എന്ന നിലയിലും ആ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ അതിന് സഹദേവനെ പോലുള്ള ആളെ കൂട്ടുപിടിക്കാൻ അവിടെയാണ് എനിക്ക് ഡിസഗ്രിമെന്റ്. ഐ ജസ്റ്റ് ഡോണ്ട് ട്രസ്റ്റ് ഹിം. നിങ്ങളെക്കാൾ കൂടുതൽ സഹദേവനെ എനിക്ക് അപ്പുറം പോവില്ല. കുറച്ച് നാളായി ഞങ്ങൾ ജോലിയുടെ പിന്നാലെ ഉണ്ട്. സാറ് അവന് പറയാനുള്ളത് എന്താണെന്ന് ഒന്ന് കേൾക്കണം. Okay. പ്ലീസ്. നിന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞേ. अरे रे रे रे. സഹദേവൻ കണ്ടെത്തിയ കാര്യങ്ങൾ സാറിനോട് പറ. ജോർജ് കുട്ടി കസ്തു കൂടെ എടുത്തു കൊടുത്താണ് ഞാൻ കണ്ടുപിടിച്ചു. അവനത് കൺഫ്യൂസ് ചെയ്തു. ആരാ? ഒരു പത്രം പള്ളി സെമിത്തേരിയിൽ കുഴിവെട്ടിയ ആരുടെ അസ്ഥി കൂടെ അവൻ എടുത്ത് കൊടുത്തെന്ന് അവൻ പറഞ്ഞു. പിന്നെ വരുണിന്റെ അസ്ഥികൾ ജോർജ് കുട്ടി എങ്ങോട്ടാണ് മാറ്റിയെന്നുള്ള ഏകദേശം രൂപം എനിക്ക് കിട്ടി. പക്ഷെ അതൊന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് സാറിനെ അവിടെ എത്തിച്ചില്ലേ?
സദേവ, നീ സാറിനോട് കാര്യം പറ. പൊന്തമ്പുഴ റിസർവ് ഫോറസ്റ്റിന്റെ ബൗണ്ടറിയിലുള്ള ഈ പത്രോടെ വീടിനടിയിലുണ്ടത്. പക്ഷെ അത് പത്രോടെ അറിവോടെയാണെന്ന് ഞാൻ കരുതുന്നില്ല. നിനക്കങ്ങനെ തോന്നാൻ കാരണം ഫോറസ്റ്റിന്റെ ബൗണ്ടറിയില് ഈ പത്രോടെ വീടിരിക്കുന്ന 20 സെന്റ് സ്ഥലം അത് വാങ്ങിയിരിക്കുന്നത് ജോർജ് കുട്ടിയാണ് 5 കൊല്ലം മുമ്പ്. അതും ഈ പത്രോടെ പേരില്. കൃത്യമായിട്ട് പറഞ്ഞ പത്രോ ഒരു അസ്ഥികൂടം എടുത്ത് ജോർജ് കുട്ടിക്ക് കൊടുത്തതിന് ശേഷം അധികം താമസിയാതെ ജോർജ് കുട്ടി ആ സ്ഥലത്ത് ഒരു വീടിന്റെ തറ പണിതിട്ട് പിന്നീട് വരുണ്ട് അസ്ഥി കിട്ടിയപ്പോ അത് അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. ഈ പത്രോടെ ഇളയ മകള് നേഴ്സിംഗ് പഠിച്ചത് അവന്റെ ചെലവില്ല, ജോർജ് കുട്ടിയുടെ. അവൾക്ക് പിന്നെ വിദേശത്ത് ഒരു ജോലി ശരിയായി കഴിഞ്ഞപ്പോ അവളെ കൊണ്ട് ഒരു ഹൗസിംഗ് ലോൺ എടുപ്പിച്ച് സോഴ്സ് കാണിക്കാൻ. അത് കഴിഞ്ഞ് വീടിന്റെ ബാക്കി പണി കൂടെ പൂർത്തിയാക്കിയിട്ട് ഇവരെ അങ്ങോട്ട് മാറ്റി താമസിച്ചു. ഒന്നും അവന്റെ പേരില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് സാറേ, ഇതിനെല്ലാത്തിനും തെളിവുണ്ടാക്കാൻ പറ്റും. പ്രഭാകർ, ട്രസ്റ്റ് മീ ഹിയർ. ഈ പറഞ്ഞ പൊന്തമ്പുഴ റിസർവ് ഫോറസ്റ്റ് വരെ ഞങ്ങൾ എത്തി. പക്ഷെ അതിനുശേഷം അതിന് പിന്നാലെ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. എന്ത് കാരണങ്ങൾ? ഈ ജോർജ് കുട്ടി പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. Now let me ask you a very commonsensical question. അങ്ങനെ ഒരാൾ കോട്ടയം ഫോറൻസിക് ഓഫീസിൽ നിന്ന് സ്കെലിറ്റനുമായി പോകുമ്പോൾ ആ ഫോൺ കൊടുക്കൊണ്ടു അയാൾക്ക് ഉറപ്പായിട്ടും അറിയാം പോലീസ് അത് ട്രാക്ക് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷെ പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ 20 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ ഒരു വീടിനെ തറയിട്ടിടുവോ സാറേ ആരെങ്കിലും? എത്ര പേര് കൊലപാതകത്തിന് ശേഷം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്? എല്ലാവരും പറയുന്നു ജോർജ് കുട്ടി അതിബുദ്ധിമാനാണെന്ന്. സത്യത്തിലാണോ? അന്ന് അവിടെ ആ പോലീസ് സ്റ്റേഷന്റെ പണി നടക്കുന്നില്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്തേനെ? പിന്നെ പ്ലാനിങ്. വർഷങ്ങളോട് സമയം കിട്ടിയതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് എന്റെ മോന്റെ ബോഡി റിമൈൻസ് അവിടുന്ന് മാറ്റാൻ സാധിച്ചത്. ഭാഗ്യം, വെറും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അയാൾ ഇത്രയും കാലം രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വരുണിന്റെ റിമൈൻസുമായി ജോർജ് കുട്ടിയെ ഏതെങ്കിലും രീതിയിൽ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന് കിട്ടുമെന്ന് പോലീസ് കരുതുന്നില്ല. സാറേ, അതാ വീടിനടിയിലുണ്ട് സാറേ, എനിക്ക് ഉറപ്പാ. I'm not supposed to say this, but I think I should now. ഞങ്ങളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഞങ്ങൾ കണ്ടെത്തിയതും നിങ്ങൾ അറിയാത്തതുമായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറയാം. വരുണിന്റെ റിമൈൻസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയ ദിവസം ഈ ജോർജ് കുട്ടി നാട്ടിലെ ഒരു കടയിൽ നിന്ന് 35 ലിറ്ററിന്റെ ഒരു കന്നാസ് ആസിഡ് വാങ്ങി. ഒരു റബ്ബർ കർഷകൻ അങ്ങനെ വാങ്ങുന്നതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. ചിലർ ഒരു വർഷത്തേക്ക് ഒരുമിച്ച് വാങ്ങുകയും ചെയ്യാറുണ്ട്. ഇയാൾക്ക് ഏകദേശം 4 ഏക്കറോളം റബ്ബർ തോട്ടമാണുള്ളത്. ഈ 35 ലിറ്റർ ആസിഡ് വാങ്ങിച്ചതിന് ശേഷമുള്ള ഓരോ മാസവും ജോർജ് കുട്ടി 5 ലിറ്റർ ആസിഡ് വാങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തിനായിരിക്കും അയാൾ 35 ലിറ്റർ വാങ്ങിയിട്ടുണ്ടാവുക? സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും റിമൈൻസ് കിട്ടാതിരിക്കും സാർ. എല്ലാ കേസിലും ദൈവത്തിന്റെ അദൃശ്യമായ കൈകൾ ഉണ്ടാവും എന്ന് പറയാറില്ലേ? നമുക്ക് ഒരു സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അല്ലെങ്കിൽ തന്നെ അവര് നിയമപരമായി ശിക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ബോഡി കിട്ടണമെന്നുണ്ടോ? ഇവിടെ സാഹചര്യ തെളിവുകളുടെ സഹായത്തിൽ എത്രയോ കേസുകൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു, ഇല്ലേ? അപ്പൊ നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ചെബ്രോട്ടിലേക്ക് അയക്കാനുള്ള പ്ലാനിലാണ്. ആ പെൺകുട്ടി ഈ രാജ്യം വിട്ടാൽ ഞങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും. അടുത്ത ഞായറാഴ്ചയാണ് മനസ്സമ്മതം. അത് കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ കല്യാണം. സോ നൗ ഹീസ് ബിസി ആൻഡ് ഡിസ്ട്രാക്റ്റഡ്. He's not distracted, dude. My actions. And if we win, you can enjoy the fruit. Oh, you can enjoy the me fruit. or not. लालच दे दिया इसको तो. On one condition,
എന്റെ ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. Okay. Nice, huh? Wow, wow. Wow, very nice. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് Okay. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അഞ്ജുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അച്ഛാ, ഇനി കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടതാ. കല്യാണം ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. അതെ, മനസ്സമ്മതം പോലെ അവരത് കല്യാണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അമ്മ, ഇത് ഓക്കെ അല്ലേ? എന്തായി ജോഷേ? പത്രോയുടെ സാക്ഷിമൊഴി കൊണ്ട് മാത്രം കാര്യമില്ല. ആ സ്കെലിറ്റിന്റെ DNA പത്രോ പറഞ്ഞ ആ പയ്യന്റെ അച്ഛന്റെയും അമ്മയുടെയും DNA ആയിട്ട് മാച്ച് ചെയ്യണം. അനു, അനു, എന്നാ നിന്റെ തുണികളൊന്ന് മടക്കി വെച്ചാൽ എന്താ? അമ്മയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അലക്കിയ തുണി ഡൈനിങ് ടേബിൾ ഇടരുതെന്ന്. ആ ജോർജുട്ടി, ഷോപ്പിംഗ് അല്ല എറണാകുളത്തുനിന്ന്. എന്തിനാ എറണാകുളത്ത് പോകുന്ന? തൊടുപുഴ നല്ല കടകളില്ലേ? പോരാ, എറണാകുളം വേണം. ആ സ്വർണം കല്യാൺ ജ്വല്ലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ചെറുക്കന്റെ വീട്ടുകാരും എറണാകുളത്ത് നിന്നാ എടുക്കുന്നത്. ഒന്നിച്ചെടുക്കാന്നാ തീരുമാനിച്ചിരിക്കുന്നത്. ഓഹോ, ആര് തീരുമാനിച്ചു? അച്ഛന്റെ മൂത്ത മോള്. ആയിക്കോട്ടെ. Okay. എത്ര വർഷമായി സംഭവം നടന്നിട്ട്? 6 വർഷം മുമ്പായിരുന്നു. എന്തായിരുന്നു മരണകാരണം? കുടുംബവഴക്കിനിടയിലുണ്ടായ ഒരു അപകടത്തിൽ സംഭവിച്ചത്. നിങ്ങളുടെ ബ്ലഡ് സാമ്പിൾസ് ഒന്ന് വേണ്ടി വരും. DNA ടെസ്റ്റിന്. അങ്ങനെ ഡോക്യുമെന്റ്സിലെ പ്രസൻസ് കൊണ്ടുവരാൻ മാത്രം മണ്ടനാണോ അയാൾ? അറിയില്ല, പക്ഷെ ഏത് ബുദ്ധിമാനും അബദ്ധങ്ങൾ സംഭവിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ കച്ചവടത്തിന്റെ എല്ലാം പുറകെ ജോർജ് കുട്ടിയാണെന്നുള്ളതിന്റെ വിശ്വസനീയമായ മൊഴികളാണ്. इसने भी लगाया काम क्या लेकिन രജിസ്ട്രേഷൻ നടന്ന സ്ഥലം, വീടിന്റെ ആധാരം എഴുതിയ ആള്, അതുപോലെ വീടിന്റെ ആർക്കിടെക്ട്, വീട് പണിത കോൺട്രാക്ടർ, ഇതെല്ലാം നമ്മുടെ സാധ്യതകളാണ്. അതെ, കല്യാണം ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞ് അച്ഛൻ മേടിച്ചു കൊടുക്കുന്ന പുതിയ കാറില് ജസ്റ്റ് മാരിഡ് ബോർഡൊക്കെ വെച്ച് ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. അതൊന്നും പറ്റില്ല. കെട്ട് കഴിഞ്ഞാൽ പെണ്ണും ചെറുക്കനും ചെറുക്കന്റെയോ പെണ്ണിന്റെയോ വീട്ടിലേക്ക് കുരിശ് വരച്ച് കയറണം. അതാണ് രീതി. എന്ത് രീതി? ഇതൊക്കെ പഴയ തോച്ചാ. അമ്മ, മിസ്റ്റി മൗണ്ടനോട് തൊട്ടടുത്താ. 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങ് തിരിച്ചു വരുമല്ലോ. അത് കഴിഞ്ഞാൽ ചടങ്ങ് നടത്തിയാ പോരെ? ആ, ഇപ്പൊ പലരും കല്യാണം കഴിഞ്ഞ അബ്രോഡിലേക്കൊക്കെയാ പോകുന്നത്. അമ്മയല്ലേ പറയാറ് നാട് ഓടുമ്പോ നടുവേ ഓടണമെന്ന്. അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാവുന്നോ? അമ്മ, ഞാൻ കല്യാണം വീട്ടുകാരെ സമ്മതിച്ചല്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നേ? ശരിയാവില്ല. അവര് തീരുമാനിക്കട്ടെ, നീ ഇതിൽ ഇടപെടണ്ട. ഹലോ ജോർജുട്ടി. ഹലോ. സാരില്ല, കഴിക്കും. അവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സഹദേവൻ തനിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഭയമില്ലായിരുന്നു. ഇതാ സാബു അവന്റെ കൂടെ ഉണ്ട്. അപ്പൊ പോലീസ് ഇതിന്റെ പിറകിലുണ്ടെന്ന് അർപ്പിക്കാം. സാറിന് എന്ത് തോന്നുന്നു? സാധ്യതയുണ്ട്. സഹദേവനെ മുന്നിൽ നിർത്തി കളിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായാൽ അതിന്റെ അഡ്വാൻറ്റേജ് പോലീസ് എടുക്കും. പ്രശ്നമായാൽ സഹദേവനെ തലക്കി വെച്ചിട്ട് പോലീസ് ഒഴിയും. ഞാൻ അന്വേഷിച്ചു.
പോലീസിന് പുതിയ തെളിവൊന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമുക്കൊരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചാലോ? പോലീസ് കേസ് കല്യാണം അത് നടക്കണം. ജോർജ് കുട്ടിക്ക് അത്ര ടെൻഷൻ ആണെങ്കിൽ ഞാനൊരു ആൻസിപ്പേറ്റർ മൂവ് ചെയ്യാം. അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആവുമല്ലോ. ജോർജ് കുട്ടി പോയി കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്ക്. ബാക്കി ഞാനിവിടെ എല്ലാം നോക്കിക്കോളാം. नहीं अभी क्या दिमाग saying I don't know what they are planning. We can also plan കണക്ട് accordingly. ചെയ്യുന്നുണ്ട്. പിന്നെ ആ പയ്യന്റെ DNA മാച്ച് അതൊരു സ്ട്രോങ് എവിഡൻസ് ആണ്. പക്ഷേ ഇനി നമ്മൾ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ സാക്ഷിമൊഴികൾ ഇതേപടി കോടതിയിലെത്തണം. 2, വരുണിന്റെ റിമൈൻസ് കണ്ടെത്തണം. ഈ രണ്ടാമത്തായിരിക്കും നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. അതൊക്കെ അടുത്ത കാര്യങ്ങളല്ലേ. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണം. നമ്മുടെ നീക്കം ചെയ്തിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ അയാളുടെ പോലീസ് സ്റ്റേഷനിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. കേസ് റീഓപ്പൺ ചെയ്തോന്നറിയാനുള്ള ഒരു ശ്രമമാണത്. നോ ഇന്റന്റ് ടു അറസ്റ്റ് എന്ന് പറഞ്ഞ് അവരത് നാളെ തിരികെ അയക്കും. പക്ഷെ അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ പഴയ കേസ് റീഓപ്പൺ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു വഴിയേ ഉള്ളൂ. ओके ഈ കല്യാണം 25-ാം തീയതി തിങ്കളാഴ്ചയാണ് അല്ലേ? അതെ. നമ്മള് 23-ാം തീയതി ശനിയാഴ്ച കേസ് റീഓപ്പൺ ചെയ്തു. അന്ന് തന്നെ പോയി അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച കോടതിയില്ല. പിന്നെ ഉള്ളത് കല്യാണ ദിവസമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചാൽ അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്ട്രക്ഷൻ എത്തി തിരിച്ചു बाबा Man, they are working also- hard to get him trapped now. They are working really hard. But I trust George Kutti. He will figure something out. बट वेयर इज द एविडेंस एंड नहीं, वो तो अभी evidence थोड़ा connection आ रहा है ना हम लोग को। डीएनए Yeah, ये टेस्ट सब वो सभी अभी उनको मेन है वरुण का रिवेंज ढूंढना है. वो एक बहुत बड़ा चैलेंज है. और उनका एक है कि अभी इसको जेल में डालना है. शायद they want to stop the wedding now. वेडिंग एनीहाउ Yes. बट अगर इसको जेल में डाल दिया तो फिर प्रॉब्लम हो जाएगा यार. लाइक Yes, because he is how the brain for everything. हाँ हाउ द थिंग्स विल गो वो नहीं पता चलेगा. I'm But we excited for the have to climax see, now. yeah. So let's wait for the climax, guys, because Malayalam has always twist. Especially Drishyam now. Yeah. So it's the time for the twist and turns. So let's wait for it, guys. Meanwhile, take care. Bye bye.